അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ നേരെ പോയി പവർ ഓഫ് ആക്കിയിട്ട് തിരിച്ചെൻ്റെ ക്യാബിനിലേക്ക് നടക്കുക. നേരെ ക്യാബിൽ വന്നു, കാറിൻ്റെ താക്കോലെടുത്തു, ജിമ്മിൻ്റെ താക്കോലെടുത്തു, എൻ്റെ ബാഗും എടുത്തു. പിന്നെ നേരെ പുറത്തിറങ്ങി. ജിമ്മ് പൂട്ടി. ഒരു ഡോർ കൂടെ ഉണ്ട് കേട്ടോ. ആ ഡോർ ഞാൻ ചുമ്മാ ജസ്റ്റ് ചാരി ലോക്ക് ചെയ്ത് അങ്ങിട്ടു. പിന്നെ നേരെ താഴേക്ക് ഇറങ്ങി. താഴെ വന്നപ്പോൾ ആണ്ടർ അവിടെ JCB അവിടുത്തെ ഒരു പറമ്പ് വൃത്തിയാക്കുന്നു, കിളച്ചൊക്കെ ഇടുക. ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് JCB ഉണ്ട്. നേരെ വന്ന് വണ്ടിക്കകത്ത് കയറിയിട്ട് അയ്യോ അപ്പച്ചമ്പിനകത്ത് കയറിയല്ലേ മുടിഞ്ഞ ചൂട്. ഞങ്ങളുടെ ഫ്ലക്സാ അത് കേട്ടോ. പിന്നെ നേരെ ഫ്രൂട്ട്സ് കട വന്നു. നിവ്യയ്ക്ക് മുന്തിരി വേണമെന്ന് പറഞ്ഞു. പിന്നെ 1 കിലോ മുന്തിരി മേടിച്ചു, പച്ചമുന്തിരിയാണ് മേടിച്ചത്. പിന്നെ ഒരു തണ്ണിമത്തനും വാങ്ങി. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ കട കേട്ടോ. നമ്മുടെ അടുത്ത കവല തന്നെയാണ്. ശിവാനിയുടെ സ്കൂളിൻ്റെ അവിടെ, കുറുപ്പന്തറ കവല. എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അവൻ പുറത്ത് പോയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഞാൻ നേരെ വണ്ടിക്കകത്ത് കയറിയിട്ട് അമ്മ അവിടെ ഉണ്ടോ എന്ന് നോക്കി. അമ്മ അവിടെ ഉണ്ട്. അപ്പം അമ്മയെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. അവൻ ഈ റീല് കാണും എന്തായാലും. അപ്പം അവൻ അമ്മയൊന്ന് കാണാമല്ലോ. അന്നേരം കണ്ടാ ആ കടയുടെ ഓണറാണെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിട്ട് കലിച്ച് നോക്കുക. ഞാൻ ഓർത്ത് പണ്ടാരം വന്ന് ഇടിക്കുമായിരിക്കും എന്ന്. പുള്ളി വന്നിട്ട് എനിക്കിട്ട് തന്നെ സൂക്ഷ്മമായിട്ട് നോക്കുക. ഞാൻ പിന്നെ പെട്ടെന്ന് നൈസായിട്ട് ഇങ്ങനെ പോന്നു. വെറുതെ എന്തിനാ, നേരെ വണ്ടി എടുത്ത് വിട്ടിങ്ങി പോന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിവ്യ അവിടെ സിറ്റൗട്ടിലുണ്ടായിരുന്നു. അവിടേൽ മുന്തിരി കൊടുത്തു, തണ്ണിമത്തങ്ങ ഞാൻ എടുത്തോണ്ട് പോന്നു. പിന്നെ ഷൂവും സോക്സും ഒക്കെ വാതിലിരുന്നു ആ വെയിലത്തങ്ങ് വെച്ചു. ഉണങ്ങിക്കോട്ടെ, ചൂടടിച്ചോട്ടെ. പിന്നെ വിശന്നാ വന്നേ. അപ്പം ആണ്ട്ര നല്ല ചക്കപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചി കൊണ്ട് തന്ന. പിന്നെ ചക്ക ഇടത്തി ഞാൻ അവിടെ നിന്ന് കഴിച്ചു. അവരെ വിളിച്ചു. അവരപ്പം അകത്തേണ്ടൊക്കെ ചെറിയ പരിപാടി അടുക്കളയിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു. അന്നേരത്തേക്ക് ശിവാനി വന്നു, നിവ്യയും വന്നു, പിന്നെ അമ്മയും അനീത്തിയും വന്നു. പിന്നെ അമ്മ ചക്ക മറ്റേ ഒരു ചക്കയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്ത് അമ്മ വെട്ടി ഞങ്ങളെല്ലാവരും കൂടെ അടുത്തിരുന്ന് കഴിച്ചു. അനീത്തിക്ക് ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചക്കയൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.